ഓക്കെ, ലെറ്റ്സ് ലുക്ക് വാട്ട് ഇസ് എ മെറ്റാമർ. എന്താണ് മെറ്റാമറിസം? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം ഐസോമറിസം എന്താണെന്ന് പഠിച്ചു അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം എന്താണെന്ന് പഠിച്ചു. എന്താണ് ഫങ്ഷണൽ ഐസോമർ, എന്താണ് പൊസൻ ഐസോമർ, എന്താണ് ചെയിൻ ഐസോമർ, ഒരു ബ്രീഫ് ഓവർവ്യൂ തരുവാണെന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ ഐസോമർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കോമ്പൗണ്ടുകളെ നോക്കിയപ്പോൾ അതിൻ്റെ മോളിക്കുലാർ ഫോമിൽ സെയിം ആണ്, അതേപോലെ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പും ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാടി കയറി പറഞ്ഞു അതെന്താണ് ഫങ്ഷണൽ ഐസോമറാണ്, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട വരില്ല, ഫങ്ഷണൽ ഐസോമറാണ്. ഇനി നിങ്ങൾ നോക്കിയപ്പോൾ മോളിക്കുലാർ ഫോമിൽ സെയിം ആണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം തന്നെയാണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന പൊസിഷൻ ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ചാടി കയറി പറയാം പൊസൻ ഐസോമർ. നിങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ആ കോമ്പൗണ്ടിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇല്ല, പക്ഷേ മോളിക്കുലാർ ഫോമിൽ സെയിം ആണ്, പക്ഷേ ആ ഒരെണ്ണത്തിൽ ഒരു സ്ട്രെയിറ്റ് ചെയിനും ഒരെണ്ണം ബ്രാഞ്ചും, അല്ലെങ്കിൽ രണ്ട് കോമ്പൗണ്ടിനകത്തുള്ള ബ്രാഞ്ചുകളുടെ എണ്ണം ഡിഫറൻ്റ് ആണ്, അഥവാ ചെയിൻ ഡിഫറൻ്റ് ആണ്, മെയിൻ ചെയിനകത്തുള്ള കാർബണാണ് ഡിഫറൻ്റ്. അപ്പോൾ എങ്ങനെ നോക്കണ്ടേ, ഒന്നെങ്കിൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ് വെച്ച് നോക്കാം. ഒരു കോമ്പൗണ്ടിൽ ബ്രാഞ്ച് ഇല്ല, സ്ട്രെയിറ്റ് ചെയിൻ മാത്രമേ ഉള്ളൂ. ഒരു കോമ്പൗണ്ടിൽ ബ്രാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ ഒരു ബ്രാഞ്ച്, ഒരു കോമ്പൗണ്ടിൽ മറ്റേ കോമ്പൗണ്ടിൽ രണ്ട് ബ്രാഞ്ച്, സ്റ്റിൽ അതിൻ്റെ മോളിക്കുലർ ഫോമിൽ സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാതെ എന്താണ് ചെയിൻ ഐസോമർ ആണ്. ഇനി അപ്പോൾ എന്താണ് മെറ്റാമർ? മെറ്റാമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റാമെറിസം പ്രോപ്പറായിട്ട് കാണിക്കുന്നത് ബൈവാലൻ്റ് കോമ്പൗണ്ടുകളാണ്. എന്താണ് ബൈവാലൻ്റ് കോമ്പൗണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് സൈഡിലും ബോണ്ടുകളുള്ള, രണ്ട് വാലൻസി ഉള്ള കോമ്പൗണ്ടാണ് ബൈവാലൻ്റ് കോമ്പൗണ്ട്. നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ബൈവാലൻ്റ് കോമ്പൗണ്ടാണ് ഓയും സിഒയും. നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ബൈവാലൻ്റ് കോമ്പൗണ്ടുകളാണ് ഓയും സിഒയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ഈ ഒരു ഓയും സിഒയും വെച്ചിട്ട് എങ്ങനെയാണ് മെറ്റാമർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൈമറിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, രണ്ട് കോമ്പൗണ്ടുകളിലും ഓ വരുവാണ്, ഫങ്ഷൻ മോളിക്കുലർ ഫോമുല സെയിം ആണ്. ഓക്കെ, എന്താ ഡിഫറൻ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, രണ്ട് കോമ്പൗണ്ടുകളിൽ ഓ വരുവാണെന്നുണ്ടെങ്കിൽ മെറ്റാമർ ആയിരിക്കും, രണ്ട് കോമ്പൗണ്ടിൽ സിഒ വരുവാണെന്നുണ്ടെങ്കിൽ അത് മെറ്റാമർ ആയിരിക്കും. ഇനി എങ്ങനെ നമുക്കത് പ്രോപ്പറായിട്ട് എന്താണ് മെറ്റാമർസ് എന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. സോ നോക്കാം CH3 O CH2 CH2 CH3. ഓക്കെ, CH3 CH2 O CH2 CH3. ഈ രണ്ട് കോമ്പൗണ്ട് കാണുമ്പോഴും നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് രണ്ടും O വരുന്ന കോമ്പൗണ്ടുകളാണ്. രണ്ടിൻ്റെ മോളിക്കുലാർ ഫോമിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. 1 2 3 4 C4H10O. ഇതിൻ്റെ മോളിക്കുലർ ഫോമിൽ എഴുതി പോയിക്കഴിഞ്ഞാലും C4H10O എന്ന് തന്നെ കാണാൻ പറ്റുക. രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോമുല സെയിം ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എടാ ഇവിടെ ഓ ഇവിടെ ഓ ഇവിടെ അല്ലേ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പൊസൻ ഐസോമർ ആണെന്ന്. അല്ല, ഓ വരുവാണെന്നുണ്ടെങ്കിലോ സിഒ വരുവാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ പൊസിഷൻ മാറുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റാമേഴ്സ്. ഇത് പറയും മെറ്റാമേഴ്സ് എന്ന് പറയും. ഇതിൻ്റെ ശരിക്കും ഇവിടെ പൊസിഷൻ അല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു ബൈവാലൻ്റ് കോമ്പൗണ്ടിൻ്റെ രണ്ട് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് നോക്കെ, ബൈവാലൻ്റ് കോമ്പൗണ്ടിൻ്റെ രണ്ട് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റാമേഴ്സ്. സോ വാട്ട് യു മീൻ ബൈ മെറ്റാമേഴ്സ്? എന്താണ് മെറ്റാമർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോമുല ബട്ട് ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഈ ഡെഫിനിഷൻ പഠിച്ചോണം, കാരണം ഡെഫിനിഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഇനി ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എവിടെ ഇരിക്കുക? ഓൺ ദ എയ്തർ സൈഡ്, രണ്ട് സൈഡിലായിട്ട്. ഓൺ ദ എയ്തർ സൈഡ്. ആരുടെ രണ്ട് സൈഡിലായിട്ട്? ഓഫ് ദ ബൈവാലൻ്റ് ആറ്റം. വാട്ട് ഡു യു മീൻ ബൈ ബൈവാലൻ്റ് ആറ്റം? രണ്ട് സൈഡിലും ബോണ്ടുകളുള്ള ആറ്റമാണ് ബൈവാലൻ്റ് ആറ്റം. സോ compounds having same molecular formula but different alkyl groups on the either side of a bivalent atom. ഇങ്ങോട്ട് നോക്കടാ, compounds having same molecular formula. നോക്ക്, രണ്ട് കോമ്പൗണ്ടും സെയിം മോളിക്കുലാർ ഫോമുലയാണ്, ബട്ട് ദേ ഹാവ് ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ഇവിടെ നോക്കുക, ഇവിടെ 1 ഉം 3 ആണ്, ഇവിടെ 2 ഉം 2 ആണ് അല്ലേ. രണ്ടിൻ്റെയും ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഓൺ ദ എയ്തർ സൈഡ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ രണ്ട് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറൻ്റ് ആണ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെറ്റാമേഴ്സ് എന്ന് വിളിക്കുക. ഇത് ആർക്കൊക്കെ കാണിക്കാൻ പറ്റുന്നത്? ഓയ്ക്കും സിഒയ്ക്കും. സിഒയ്ക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കിക്കോ.
CO ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കിക്കോ. CH3 CO CH2 CH2 CH3 CH3 CH2 CO CH2 CH2. എന്താ ഇവിടെ വ്യത്യാസം? ഇവിടെ CO ഇവിടെ ആയിരുന്നു, ഇതിനെ എടുത്ത് ഇപ്പുറം വെച്ചപ്പോഴാണ് ഈ കോമ്പൗണ്ട് കിട്ടിയത് അല്ലേ. അതായത് ഈ COയുടെയോ ഓയിൻ്റെയോ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ മാറ്റി. അതിന് നമ്മൾ പൊസിഷൻ മാറ്റി എന്ന് പറയില്ല എന്നേ ഉള്ളൂ. ശരിക്കും എൻ്റെ പൊസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നെടുത്ത് മാറ്റുകയാണ് ചെയ്യുക. പക്ഷേ അതിനെ പൊസിഷൻ ഐസോമറിസം എന്നല്ല പറയുക, മെറ്റാമെറിസം. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പൊസിഷൻ ഐസോമർ എന്ന് പറയും. ഇനി ആ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഓയോ സിയോയോ ആൽക്കോക്സിയോ കീറ്റോണോ ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിസം. അതിനെന്താ വിളിക്കുക? മെറ്റാമെറിസം എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ നിങ്ങളൊന്ന് ഓർപ്പിക്കാം. നിങ്ങൾ O വരുന്ന കോമ്പൗണ്ടുകൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമിൽ നിങ്ങൾക്ക് അറിയാം. ആ കോമ്പൗണ്ട് O ആണോ ആൽക്കോക്സി ആണോ കീറ്റോൺ ആണോ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. കാർബൺ എണ്ണത്തിൻ്റെ നേരെ ഇരട്ടിയുടെ കൂടെ 2 കൂട്ടുമ്പോഴാണ് ഹൈഡ്രജൻ എണ്ണം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും O വരുന്നതോ OH വരുന്നതായിട്ടുള്ള ഗ്രൂപ്പായിരിക്കും. ഇനി കാർബൺ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് ഹൈഡ്രജൻ എണ്ണം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കീറ്റോൺ എന്ന് പറയുന്ന ആളോ ആൽഡിഹൈഡ് എന്ന് പറയുന്ന ആളോ ആയിരിക്കും. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുവാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഇവിടെ തീർന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന MCQ ക്യൂസസും അതേപോലെ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ലെറ്റസ് ആസ് പോലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ഇനി അങ്ങോട്ട് ഇടും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇടും. അത് വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കും.